ആഗോള അയ്യപ്പ സംഗമത്തിൽ UDF സഹകരിച്ചേക്കില്ല. തീരുമാനം ഇന്ന് രാവിലെ 10:15 പ്രഖ്യാപിക്കും. തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് സാമുദായിക സംഘടനകളുമായും ആശയവിനിമയം നടത്തും. NSS SNDP നേതൃത്വത്തെ ദേവസ്വം പ്രസിഡന്റ് നേരിൽ കാണും. KR സാജു ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. സാജു, 10:15 UDFന്റെ തീരുമാനം എന്താകും എന്നറിയാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അവർ എന്ത് തീരുമാനമെടുക്കാനാണ് സാധ്യത? കരുതലോടെയുള്ള ഒരു നീക്കത്തിന് പിന്നിൽ എന്താണ്? ജീന, കരുതലോടുകൂടിയുള്ള നീക്കം മാത്രമാണ് UDF ഈ ഘട്ടത്തിൽ നടത്തുന്നത്. കാരണം ബഹിഷ്കരിക്കും എന്ന ഒറ്റ പ്രഖ്യാപനത്തിലേക്ക് പോകാതെ ചില നിബന്ധനകൾ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് മുന്നിൽ വെക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സഹകരിക്കാതിരിക്കുകയും ചെയ്യുക എന്നതായിരിക്കും UDF സ്വീകരിക്കുന്ന അടവ് നയം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് വിശ്വാസികളോട് സർക്കാരിന് വലിയ കാര്യമൊന്നുമില്ല, അത് ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾ രാഷ്ട്രീയമായ നീക്കമാണ് എന്നാണ് UDF വിലയിരുത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സഹകരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് തത്വത്തിൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവും UDFും എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തുകൊണ്ട് സഹകരിക്കുന്നില്ല എന്ന കാര്യം സാമുദായിക സംഘടനകൾ അടക്കമുള്ളവരുമായുള്ള ആശയവിനിമയത്തിലൂടെ അറിയിക്കാം എന്നാണ് UDF നേതൃത്വം കരുതുന്നത്. സർക്കാരിന് മുന്നിൽ നേരത്തെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാർ എടുത്ത സമീപനത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് UDF അന്നു മുതലേ രംഗത്തുള്ളതാണ്. ആ സമീപനം തുടർന്നുകൊണ്ട് അതൊക്കെ സർക്കാർ ആദ്യം തിരുത്തട്ടെ, അങ്ങനെ തിരുത്തി വിശ്വാസികളോട് മാപ്പ് പറഞ്ഞ ശേഷം സർക്കാരിന്റെ ഇപ്പോഴത്തെ നീക്കത്തെ പിന്തുണയ്ക്കുന്നത് ആലോചിക്കാം എന്ന ഒരു നിലപാട് അവതരിപ്പിക്കാനാണ് UDF ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ഇത് സംബന്ധിച്ച വലിയ വിശദമായ ചർച്ചയാണ് UDF യോഗത്തിൽ നടന്നത്. സഹകരിക്കണമെന്ന അഭിപ്രായവും എന്നാൽ ഭൂരിപക്ഷവും സഹകരിക്കേണ്ടതില്ല എന്ന നിലയ്ക്കുള്ള അഭിപ്രായങ്ങളുമൊക്കെ ആ യോഗത്തിൽ ഉയർന്നു വന്നിരുന്നു. അന്തിമമായ തീരുമാനം എടുക്കാനായി UDF ചെയർമാൻ VD സതീശനെയും കൺവീനർ അടൂർ പ്രകാശിനെയും യോഗം ചുമതലപ്പെടുത്തുകയാണ് ചെയ്തത്. അത് ചില സാമുദായിക നേതാക്കളുമായി UDFന്റെ നിലപാടുകൾ അറിയിക്കുന്നതിന് അനൗപചാരികമായി ആശയവിനിമയം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു തീരുമാനം ഇന്നലെ എടുത്തത്. ഏതായാലും അല്പസമയത്തിനകം ഏതാണ്ട് 10:15 ഇത് സംബന്ധിച്ച പ്രഖ്യാപനം UDFന്റേതായിട്ടുണ്ടാവും. മറുപക്ഷത്താണെങ്കിൽ സർക്കാർ കൂടുതൽ ശക്തമായ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ടു പോകുകയാണ്. സാമുദായിക സംഘടനകളെ ആകെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഒപ്പം നിർത്താനുള്ള സജീവമായ നീക്കങ്ങളാണ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാനായി സാമുദായിക നേതാക്കളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരിട്ട് കാണും. NSS SNDP നേതാക്കളെ ഈ ആഴ്ച തന്നെ PS പ്രശാന്ത് കൂടിക്കാഴ്ച നടത്തും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. സാജു, അതായത് വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണിത്. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് സഹകരിക്കില്ല എന്ന് UDFന് പറയാനും സാധിക്കില്ല. അപ്പോൾ എല്ലാം സർക്കാരിന്റെ തലയിലിട്ട് അല്ലെങ്കിൽ സർക്കാർ ഇതൊരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള നീക്കമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു നിലപാടെടുക്കാനാണ് സാധ്യത, അല്ലേ? സ്വാഭാവികമാണ് ജീന. കാരണം ഇതിൽ നിന്നും ബഹിഷ്കരിക്കുകയാണ് എന്ന പ്രഖ്യാപനമൊക്കെ UDF നടത്തിക്കഴിഞ്ഞാൽ അത് UDF വിശ്വാസികൾക്കൊപ്പമല്ല എന്ന രീതിയിൽ CPMും സർക്കാരും പ്രചരിപ്പിക്കും എന്ന് UDF നേതൃത്വത്തിന് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അതിനെ മറികടക്കുന്ന രീതിയിലുള്ള മറുതന്ത്രങ്ങൾ കൂടി ആവിഷ്കരിച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ UDF നടത്താൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതൊരു നവോത്ഥാന നീക്കമാണ് എന്ന നിലപാടായിരുന്നു അന്ന് LDF സർക്കാർ സ്വീകരിച്ചത്. അത് ആ സർക്കാരിന് വലിയ രീതിയിലുള്ള തിരിച്ചടികൾക്ക് വഴിവെക്കുന്നത് നമ്മൾ കണ്ടതാണ്. അന്ന് UDF വിശ്വാസികൾക്കൊപ്പമാണ് എന്ന നിലപാടെടുക്കുകയും അത് UDFന് അനുകൂലമായ ചില രാഷ്ട്രീയ തരംഗങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടതാണ്. സ്വാഭാവികമായും അന്ന് UDF സ്വീകരിച്ച വിശ്വാസികളെ ഒപ്പം നിർത്തുക എന്ന സമീപനം ഇപ്പോൾ LDF ഏറ്റെടുക്കുകയും സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെ ആഗോള അയ്യപ്പ സംഗമം പോലുള്ള വിശ്വാസികളെ കയ്യിലെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. സ്വാഭാവികമായും അതിനോട് സഹകരിച്ചോടിക്കൂടുക എന്നത് സർക്കാരിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതിന് തുല്യമാകും എന്ന് പ്രതിപക്ഷത്തിനറിയാം. അവിടെ സർക്കാരിന്റെ നീക്കം ഒരു രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ഭാഗം തുറന്നു കാട്ടിക്കൊണ്ട് മാത്രമേ പ്രതിരോധം തീർക്കാൻ UDFന് കഴിയുള്ളൂ. അത്തരം സമീപനങ്ങളെക്കുറിച്ചുള്ള ആലോചനകളാണ് ഇന്നലത്തെ UDF യോഗത്തിൽ പൂർണ്ണമായും നടന്നത്. സർക്കാരിന് പിന്നിലുള്ള ഇപ്പോഴത്തെ നീക്കത്തിനുള്ള പിന്നിലുള്ള ലക്ഷ്യം തദ്ദേശ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും മാത്രമാണ് എന്നാണ് UDFന്റെ വാദം. അതനുസരിച്ചുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തും. വിശ്വാസികളെ പറ്റിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന നിലയ്ക്കുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ വേണം എന്ന നിർദ്ദേശം കൂടി ഇന്നലത്തെ UDF യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇതിൽ എന്ത് തന്ത്രപരമായ സമീപനമായിരിക്കും UDF സ്വീകരിക്കുക എന്ന് കൂടുതൽ വ്യക്തമാകും. ജീന. ശരി സാജു, ഏതായാലും 10:15 VD സതീശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എന്തായിരിക്കും അവരുടെ തീരുമാനമെന്ന 10:15 അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. KR സാജു ആണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.